വൻ പ്രതിഷേധത്തെ തുടർന്ന് കേന്ദ്ര സർക്കാർ മരവിപ്പിച്ച പ്രവാസി രജിസ്ട്രേഷൻ വീണ്ടും നിയമമായി എത്തുന്നു. കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ പുതിയ ഇമിഗ്രേഷൻ ബില്ലിന്റെ കരടിലാണ് രജിസ്റ്റർ ചെയ്യാതെ വിദേശത്ത് പോകുന്നവർക്ക് 10,000 രൂപ പിഴയും പാസ്പോർട്ട് റദ്ദാക്കലും ശിക്ഷയായി ശുപാർശ ചെയ്യുന്നത്. 18 രാജ്യങ്ങളിലേക്ക് വിദേശകാര്യ മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്യാതെ ജോലിക്ക് പോകുന്നവരെ വിമാനത്തിൽ നിന്ന് ഇറക്കിവിടാമെന്ന് കഴിഞ്ഞ നവംബറിലാണ് മന്ത്രാലയം നിർദ്ദേശം നൽകിയത്. പ്രവാസികളുടെ പ്രതിഷേധത്തെ തുടർന്ന് തീരുമാനം മാറ്റിവെച്ചു. എന്നാൽ സർക്കാർ തയ്യാറാക്കിയ ഇമിഗ്രേഷൻ ബിൽ 2019 രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയതിനു പുറമെ ഇത് ലംഘിക്കുന്നവരുടെ പാസ്പോർട്ട് റദ്ദാക്കാൻ വരെ കേന്ദ്ര സർക്കാരിന് അധികാരം നൽകുന്നു. Wherever the government deems it fit, രജിസ്റ്റർ ചെയ്യാത്ത ആൾക്കാരുടെ പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യുകയോ സസ്പെൻഡ് ചെയ്യുകയോ റിവോക്ക് ചെയ്യുകയോ ചെയ്യാം എന്നാണ് ഈ കരട് ബില്ലിൽ പറഞ്ഞിരിക്കുന്നത്. അത് മിസ്യൂസ് ചെയ്യപ്പെടാൻ ചാൻസ് ഉള്ള ഒരു ക്ലോസ് ആണ്. വിദേശത്തേക്ക് പുതുതായി ജോലിക്ക് പോകുന്നവർക്കും പഠനത്തിന് പോകുന്നവർക്കുമാണ് രജിസ്ട്രേഷൻ നിർബന്ധം. 3 വർഷത്തിലേറെ വിദേശത്തുള്ളവർക്ക് ബാധകമല്ല. എന്നാൽ ഇത് സംബന്ധിച്ച് ബില്ലിൽ അവ്യക്തതകളുണ്ട്. പ്രവാസികളുടെ ക്ഷേമവും സുരക്ഷയും ഉറപ്പാക്കാൻ എമിഗ്രേഷൻ മാനേജ്മെന്റ് അതോറിറ്റി, ബ്യൂറോ ഓഫ് എമിഗ്രേഷൻ പോളിസി, ബ്യൂറോ ഓഫ് എമിഗ്രേഷൻ അഡ്മിനിസ്ട്രേഷൻ, സംസ്ഥാനങ്ങളിൽ നോഡൽ അതോറിറ്റി എന്നിവ രൂപീകരിക്കാനാണ് ബില്ലിലെ പ്രധാന നിർദ്ദേശങ്ങൾ. മനുഷ്യക്കടത്ത്, വ്യാജ റിക്രൂട്ട്മെന്റ് എന്നിവയ്ക്ക് കടുത്ത ശിക്ഷയും ബില്ല് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. 1.5 ആഴ്ച മുമ്പ് മാത്രം പ്രസിദ്ധീകരിച്ച കരടിൽ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനുള്ള തീയതി ഇന്നലെ അവസാനിച്ചു. പ്രവാസികളുടെ പൗരത്വം പോലും അപകടത്തിലാകുന്ന നിർദ്ദേശങ്ങളിൽ കൂടുതൽ ചർച്ച വേണമെന്ന ആവശ്യം ശക്തമാവുന്നുണ്ട്. അനീസ് സ്വാഗതമാടിനൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, ദുബായ്.